ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്ന് ലിൻസീസ് ലിങ്കിൽ ഒരു കുക്കിംഗ് വ്ളോഗല്ല, അതിന് പകരമായിട്ട് ഒരു ഗാർഡൻ ടിപ്സാണ്. അതായത് നമ്മുടെ കൊക്കഡമ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ചിന്തിക്കും എന്തുവാ ഈ കൊക്കഡമ എന്ന്. കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും, എനിക്ക് കുറച്ച് പേർക്ക് അറിയാത്തവരുമുണ്ട്. അന്നേരം ഈ കൊക്കഡമ എന്ന് പറയുന്നത് ജാപ്പനീസ് മോസ് ബോൾസ് ആണ്, അല്ലെങ്കിൽ ജപ്പാൻകാരുടെ പായൽ പന്തുകൾ എന്നറിയപ്പെടുന്ന ഒരു തരം ഗാർഡൻ ആർട്ടാണ്. അതായത് ജപ്പാൻകാരുടെ ഒരു ഗാർഡൻ ആർട്ടാണ് ഈ കൊക്കഡമ. അന്നേരം നമ്മൾ കൊക്കഡമയെക്കുറിച്ച് കൂടുതൽ പരിചയപ്പെടുന്നതിന് മുൻപ് പ്ലീസ് സബ്സ്ക്രൈബ് ലിൻസീസ് ലിങ്ക്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അന്നേരം ഈ മോസ് ബോൾസ് അല്ലെങ്കിൽ ഈ കൊക്കഡമ എല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് മോസ് ബോൾസ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അന്നേരം ജപ്പാൻകാർ അല്ലെങ്കിൽ ജാപ്പനീസ് ആളുകൾ ഈ മോസ് അല്ലെങ്കിൽ ഈ പായൽപ്പന്തുകൾ ഉണ്ടാക്കുന്നത് ഈ മെയിനായിട്ട് ബോൺസായി ചെടികൾ അല്ലെങ്കിൽ ഓർക്കിഡ്സ് അതുപോലുള്ള ചെടികളൊക്കെയാണ് അവർ മെയിനായിട്ടും ഈ കൊക്കഡമയുടെ രീതിയിൽ ഉണ്ടാക്കി ഇടാറുള്ളത്. ഒന്നുകിൽ ഈ കൊക്കഡമ നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ ടേബിൾ ടോപ്പിൽ വെക്കാൻ പറ്റും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആകർഷകമായി എവിടെയെങ്കിലും വെക്കാൻ പറ്റും. അതല്ല എങ്കിൽ ഒരു സ്ട്രിങ്ങിൽ തൂക്കി നമുക്ക് ഹാങ് ചെയ്ത് ഇടാനും പറ്റും. ഓക്കെ, അന്നേരം നമുക്ക് ഈ കൊക്കഡമ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ്. മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ പായലാണ് വേണ്ടത്. ഓക്കെ, അന്നേരം ഈ പായൽ നമുക്ക് ഞാനിപ്പം കാണിക്കുന്നത് പോലെ തന്നെ നമുക്ക് വീടിൻ്റെ പഴയ മതിലുകളിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഭിത്തിയിലോ ഒക്കെ ഇതുപോലെ പായൽ കിട്ടും. അന്നേരം അത് നമുക്കൊരു നൈഫ് ഉപയോഗിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അല്ല എങ്കിൽ ഇപ്പോൾ ഓരോ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ ഡ്രൈ മോസ്, അതായത് ഉണങ്ങിയ പായലുകൾ കിട്ടും. അത് നമുക്ക് വാങ്ങിച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അന്നേരം ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് പായലുകൾ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അന്നേരം അത് നമുക്ക് ആവശ്യമുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് വേണ്ടത് മണ്ണ് വേണം. ഓക്കെ, സാധാരണയായിട്ട് ജാപ്പനീസ് ഈ കൊക്കഡമ അവർ ഉണ്ടാക്കാൻ നേരം ഈ മണ്ണും ഒരു കുഴച്ച് പന്ത് പോലെ ആക്കിയതിന് ശേഷം അതിനുള്ളിലേക്ക് ചെടി ഇറക്കി വെക്കുകയാണ് പതിവ്. ഓക്കെ, അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് മണ്ണിനോടൊപ്പം തന്നെ കുറച്ച് എല്ലുപൊടിയും കുറച്ച് കൊക്കോപ്പിറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആണ് ഞാനിത് കൊക്കഡമ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഞാൻ എല്ലുപൊടി ഇട്ടതിൻ്റെ ഉദ്ദേശം ഈ കൊക്കഡമ നമുക്ക് 1 ഇയർ മുതൽ 2 ഇയർ 2 വർഷം വരെയൊക്കെ ഈ കൊക്കഡമ ഒരു കേടും കൂടാതെ നിൽക്കുമെന്നാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു കുറച്ച് വളം കൂടി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതല്ലേ എന്നോർത്താണ് ഞാൻ കുറച്ച് എല്ലുപൊടി കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നത്. ഇത് കുഴച്ച് നമുക്കൊരു ബോൾ പോലെ ആക്കി വേണമെങ്കിൽ നമുക്ക് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിനും ഈസി ആയിട്ട് ഞാനൊരു ബോൾ പോലെ ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ ഒരു ഗ്രീൻ നെറ്റിലേക്ക് ഞാൻ മണ്ണും കൊക്കോപ്പിറ്റും എല്ലുപൊടിയും കൂടെയുള്ള മിശ്രിതം ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അന്നേരം നമുക്ക് ആവശ്യമുള്ള മിക്സ്ചർ നമുക്ക് ഈ ഗ്രീൻ നെറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നെറ്റ് പോലെയുള്ള ക്ലോത്ത്സോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു ബോൾ ഷേപ്പ് ആക്കിയെടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് വേരോട് കൂടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തണ്ട് മുറിച്ചോ ഇങ്ങനെ ഈ മണ്ണിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം. വെച്ചതിന് ശേഷം നമുക്ക് ഈ നെറ്റൊന്ന് കെട്ടിക്കൊടുക്കാം. കാരണം ഏത് ഷേപ്പിലാണോ നമുക്ക് വേണ്ടത്, ഒരു ബോൾ ഷേപ്പിലാണെങ്കിൽ അതുപോലെ നമുക്ക് ഇതൊന്ന് കെട്ടിക്കൊടുക്കാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് മണ്ണ് ഒരു പന്ത് പോലെ കുഴച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചെടി ഇറക്കി വെച്ചിട്ട് ഇതുപോലെ എന്തെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്തിട്ട് പായൽ ഒട്ടിച്ച് എടുക്കാം. ഓക്കെ, അന്നേരം ഞാനിവിടെ നെറ്റ് കെട്ടിയത് നല്ലതുപോലെ ഒന്ന് കെട്ടി കൊടുക്കാൻ പോവുകയാണ്. നെറ്റ് കെട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മൾ തൂക്കിയിടാനുള്ള സ്ട്രിങ്ങും കൂടെ ഈ സമയത്ത് നമുക്ക് കെട്ടി വെക്കാം. തൂക്കിയിടാനുള്ള സ്ട്രിങ് നമ്മളിപ്പോൾ കെട്ടുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും. അന്നേരം ഇപ്പോൾ നമുക്ക് മുറുക്കി വളരെ ടൈറ്റാക്കി അങ്ങ് കെട്ടേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ചെടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം വേണം നമ്മളിത് കെട്ടിയെടുക്കാൻ.
ഇത് വളരെ നല്ലതാണ്. അതായത് ഒരു സ്ട്രെസ് റിലീവിങ് ടെക്നിക്ക് കൂടിയാണ്. കാരണം നമ്മൾ ഗാർഡനിൽ പൂന്തോട്ടത്തിലൊക്കെ കുറേ നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുറച്ച് സ്ട്രെസ്സും അൺവാണ്ടഡ് ടെൻഷൻസും ഒക്കെ പോയി കിട്ടും. ഓക്കെ, അന്നേരം ഞാനിവിടെ ഇതിനൊരു തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രിങ് കൂടെ ഇതുപോലെ കെട്ടിക്കൊടുക്കുകയാണ്. ഓക്കെ, അന്നേരം നമ്മുടെ ഇത് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് പായൽ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ആ പായൽ തന്നെ കാണാൻ എന്ത് ഭംഗിയല്ലേ. അന്നേരം ഞാൻ ഈ പായലെടുത്തു, അത് നമുക്ക് ഇതിലേക്ക് വെച്ച് ടൈ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഇതിന് മുകളിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ നമ്മുടെ നൂലുണ്ട്, നൈലോൺ നൂല്, നമ്മുടെ ഈ തയ്ക്കുന്ന നൂലുണ്ടല്ലോ, ആ നൂല് വെച്ചോ കെട്ടിക്കൊടുക്കാൻ പറ്റും. നമ്മുടെ ഈ ഗ്രീൻ നൂലുണ്ടെങ്കിൽ ആ പച്ച നൂല് തന്നെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ വെച്ച് കെട്ടുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും. ആ നൂല് കെട്ടിയത് പോലും അറിയാൻ പറ്റത്തില്ല. പക്ഷേങ്കിൽ തൽക്കാലം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഗ്രീൻ നൂലില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വേറൊരു കളറ് നൂല് വെച്ച് കെട്ടുന്നത്. ഓക്കെ, അന്നേരം ആ സെയിം കളറ് നൂല് തന്നെ മാക്സിമം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നമ്മുടെ മോസ് ബോൾസ് കാണാൻ വളരെ ഭംഗിയായിരിക്കും. ഇത് നമ്മുടെ ഓഫീസിൽ വെക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്ന മെയിൻ എൻട്രൻസിൽ തൂക്കിയിടാൻ വളരെ നല്ലതാണ്. മെയിനായിട്ട് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് സൺലൈറ്റ്, വളരെ കട്ടിയായിട്ടുള്ള സൂര്യപ്രകാശം അടിക്കുന്നിടത്ത് തൂക്കിയിടാതിരിക്കുക. അല്ല എങ്കിൽ ഒരു ഷാഡോ, ഒരു നിഴലൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഇടുകയാണെങ്കിൽ കുറേ നാൾ ഇതൊരു കേടും കൂടാതെ ഇതുപോലെ കിടക്കുന്നതായിരിക്കും. പിന്നെ നമ്മളിതിന് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ഒരു കാര്യമൊന്നും, നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാകാവൂ. വളരെ കട്ടിയായിട്ടോ ഫോഴ്സ്ഫുള്ളായിട്ടോ ഒന്നും വെള്ളം ഒഴിക്കാതിരിക്കുക. ജസ്റ്റ് വെള്ളം നമുക്ക് ഒരു ഒരു ബോട്ടിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇത് വളരെ നാൾ ഇതുപോലെ നമുക്ക് തൂക്കിയിടാൻ പറ്റും. വളരെ ആകർഷകമായിട്ടുള്ളൊരു ഗാർഡൻ ടിപ്പാണിത്. ഓക്കെ, അന്നേരം നിങ്ങളെല്ലാവരും ഈ കൊക്കഡമ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ഈസിയാണ്, അതുപോലെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. അന്നേരം ഇത് കുട്ടികളെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. ഒരു പുതിയൊരു ടെക്നിക്ക് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് പ്രചാരം ഏറി വരികയാണ്. കുറേ പേര് ഇതുപോലെ കൊക്കഡമ ഉണ്ടാക്കിയെടുക്കും. വെറും കുറച്ച് സമയം നമ്മളൊന്ന് ചിലവഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി, ഒരു 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ, നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ കൊക്കഡമ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം, നമുക്കിത് ബോൾ ഷേപ്പിൽ മാത്രമല്ല, നമുക്കിതേപോലെ കോണിക്കൽ ഷേപ്പ്, വേറെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഈ കൊക്കഡമ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അന്നേരം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അന്നേരം നമ്മൾ വെറും ഫ്യൂ മിനിറ്റ്സുള്ളിൽ, വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് നമ്മൾ ഈ കൊക്കഡമ പ്രിപ്പയർ ചെയ്തത്. ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അന്നേരം ഈ ജാപ്പനീസ് മോസ് ബോൾസ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് നമുക്ക് ഇഷ്ടമുള്ള ചെടി കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ എന്ത് ഭംഗിയാണ് അത് കാണാൻ തന്നെ അല്ലേ. ഇത് നോക്കിയിരിക്കുന്നാൽ തന്നെ നമ്മുടെ പകുതി ടെൻഷൻസും സ്ട്രെസ്സും ഒക്കെ പോകും. നമ്മുടെ ഗാർഡൻ ഇതേപോലെയുള്ള കൊക്കഡമ ഉണ്ടാക്കി വളരെ ബ്യൂട്ടിഫുള്ളാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അന്നേരം താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ, സീ യു.